അതായത് ബൂത്തുകൾക്ക് മുൻപിൽ രാവിലെ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അനുസരിച്ച് തട്ടിച്ചു നോക്കരുത്. ഇത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു തിരക്ക് കാണുന്നുണ്ട് എന്ന് പറയാം. മാത്രമല്ല ബൂത്തുകളുടെ എണ്ണം ആ നിലയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് പല ബൂത്തുകൾക്ക് മുന്നിലും ആളുകൾ ആ നിലയിൽ തന്നെ മാറി നിൽക്കുന്നുമുണ്ട്. അതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ചുങ്കത്തറ പഞ്ചായത്തിലെ ചുങ്കത്തറ മാർത്തോമ സ്കൂളിലെ ബൂത്താണിത്. ഇവിടെ 5 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പലരും എത്തി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള തിരക്കിലാണ്. രാവിലെയൊക്കെ നമ്മൾ നിലമ്പൂരിൽ കണ്ടപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ചുങ്കത്തറയിലും ആ തിരക്കിപ്പോൾ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടും വരും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കേഡർമാരോടും അതോടൊപ്പം തന്നെ അനുഭാവികളോടും രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ എത്തുകയും ചെയ്യുന്നത്. കൂടാതെ ചുങ്കത്തറ കുറെ കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF UDF ടൈറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലവും കൂടിയാണ്. ആ ഘട്ടത്തിലാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസ് ബാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ വോട്ട് വീതം പോവുക? വോട്ട് ചെയ്യാൻ രാവിലെ എത്തി അല്ലേ? രാവിലെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നതാണോ രീതി? അതോ ആയിക്കോട്ടെ, കുറച്ച് തിരക്കുണ്ട് വോട്ട് ചെയ്തിട്ട്. എല്ലാവർക്കും തിരക്കുണ്ട്. കാരണം രാവിലെ തന്നെ വോട്ട് ചെയ്ത് അവരവരുടേതായ ജോലികൾക്കും മറ്റും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പോവുക എന്നതാണ് നയം. ഒപ്പം വൈകിട്ടും സാധാരണഗതിയിൽ തിരക്ക് കാണാറുണ്ട്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തിരക്ക് പല ബൂത്തുകൾക്ക് മുന്നിലും ആദ്യഘട്ടത്തിലുണ്ട്. രാവിലെ 7 മണിക്കൊക്കെ ആ തിരക്കുണ്ടായിരുന്നു. എന്തായാലും ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ മൂത്തേടത്തിന് പുറമെ, മൂത്തേടം എന്ന് പറയുന്നത് UDFന് അല്പം അപ്പർ ഹാൻഡുള്ള ഒരു പഞ്ചായത്തായിരുന്നു. UDFന് അതിനുശേഷം മൂത്തേടം കഴിഞ്ഞ് പിന്നെ ലീഡ് കിട്ടിയ കഴിഞ്ഞ തവണ കിട്ടിയ ഒരു പഞ്ചായത്താണ് ഈ ചുങ്കത്തറ. ആ ചുങ്കത്തറയിൽ ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞോ? പിന്നെന്താ പറയാനുണ്ട്, ഞങ്ങൾ വിചാരിച്ച ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തു. രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ്. മഴയൊക്കെ ആണെങ്കിലും രാവിലെ തന്നെ എത്തി. അതിപ്പോ ലൈവായിട്ടാ രാവിലെ പിന്നെ വാശിയേറെ തെരഞ്ഞെടുപ്പല്ലേ നിലമ്പൂർ എന്ന് പറഞ്ഞാല് കേരളം മൊത്തം ശ്രദ്ധിക്കണം. എല്ലാവർക്കും അവരുടേതായ വാശിയുണ്ട്. അപ്പൊ ആ വോട്ടവകാശം നഷ്ടപ്പെടുത്താൻ കുറച്ച് കൂടുതലുണ്ട്. കാരണം ഇങ്ങനെ മാറിയ കഴിഞ്ഞ അല്ലേ? അതുകൊണ്ട് ആവേശമുള്ളതുകൊണ്ട് ജനങ്ങൾ ആരും നഷ്ടപ്പെടുത്താതെ വോട്ട് ചെയ്യും. അതിനാ എല്ലാവരും കാലത്ത് തന്നെ വന്ന് ചെയ്യുന്നുണ്ട്. മഴയൊന്നും ആവശ്യം ചോർത്തില്ല. ആവേശം ഒന്നും ആർക്കും പോകില്ല. എല്ലാവർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ അവകാശം വിനിയോഗിച്ചതിന്റെ ഒരു സന്തോഷമാണ് നിങ്ങളെയൊക്കെ മുഖത്ത് മാത്രമാണ്. അതാണ് നമ്മൾ അവകാശം വിനിയോഗിച്ചു. ഏത് സ്ഥാനാർത്ഥികളാണ് അതിൻ്റെതായ ആവേശം എല്ലാവർക്കും ഉണ്ട്. സാധാരണഗതിയിൽ ഈ സമയത്ത് വരാറുണ്ടോ അതോ രാവിലെ തന്നെയാണ് വരാറ്? അതോ വൈകിട്ടാണോ? സമയത്ത് തന്നെയാണ്. ഈ സമയത്ത് തന്നെ. ഈ സമയത്ത് കുറെ തിരക്ക് ഒഴിവാകുമല്ലോ. കഴിഞ്ഞ തവണ 2021 അപേക്ഷിച്ച് ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ തിരക്ക് എങ്ങനെയാണ്? ഉണ്ടോ? ഇവിടെ അന്ന് ഞങ്ങൾ ഈ ഭാഗത്ത് കുറവ് തന്നെയാണ്. അവിടെ ഓരോ ഭാഗത്താണല്ലേ കൂടുതൽ വ്യത്യാസം പ്രകടമായി തോന്നുന്നില്ല. മഴ ആയതുകൊണ്ടാവും കുറച്ച് ആൾക്കാർ കുറവ്. സമയം അനുസരിച്ച് വരുമാവും. വാശി കൂടും മൊത്തത്തിൽ. കാരണം എന്താ വെച്ചാൽ സ്ഥാനാർത്ഥികൾ കട്ടായി നിൽക്കണേ. കാരണം ആരും മോശക്കാരല്ല. അപ്പോൾ വളരെ നിർണായകമാണ്. 3 പേരെ സംബന്ധിച്ചു. വോട്ട് പിടിക്കുന്ന ആളാതനും 1ാം സ്ഥാനം 2ാം സ്ഥാനം അല്ല പ്രത്യേകത. പക്ഷെ എത്രമാത്രം വോട്ട് പിടിച്ചു എന്നുള്ളതിനനുസരിച്ച് ആവേശങ്ങൾ കൂടി കുറഞ്ഞത്. ജനാധിപത്യത്തിന്റെ ഉത്സവം വിജയിക്കട്ടെ. പക്ഷെ ജനങ്ങൾക്ക് ആവേശമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവര് ചെറിയൊരു ഷോർട്ട് ടൈമിലായിട്ടെങ്കിലും ഈ വോട്ടവകാശം എന്ന് പറഞ്ഞപ്പോ ഈ ഒരു 8 മാസം 10 മാസം ഭരണത്തിന് കിട്ടുന്നല്ലേ. ഇതിന് ബൈ ഇലക്ഷനാണുള്ളത്. പക്ഷെ ആവേശാരത്തിന് നഷ്ടപ്പെടുത്തിയിട്ടില്ല. കലക്കി. ശരി മോനെ. അതെ, അവരുടെ പ്രതികരണം നമ്മൾ കേട്ടു. ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ ജയിക്കട്ടെ എന്നാണ്. എന്തായാലും വോട്ട് എന്ന് പറയുന്നത് അതിനകത്തൊരു സീക്രസി ഉണ്ട് സ്വാഭാവികമായിട്ടും. എന്തായാലും ആ ആവേശം ഒട്ടും ചോർത്താതെ ഏവരും വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ പറയുന്നത് സാധാരണഗതിയിൽ ഓരോ ബൂത്തുകൾക്കും അത്തരം കാര്യങ്ങളുണ്ടാവും. ചില ബൂത്തുകളിൽ തിരക്ക് കുറവായിരിക്കും, ചിലർക്ക് എണ്ണം കുറവാണ്. ചില ബൂത്തുകളിൽ 400-500 പേരേ ഉള്ളൂ. ചില ഇടങ്ങളിൽ 1000-ഓളം പേരുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ബൂത്തുകൾ കൂടുതലായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡിലെ ബൂത്തുകളല്ലാതെ തന്നെ ഇത്തരത്തിൽ ബൂത്തുകളായി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും വോട്ട് ചെയ്ത് തിരക്ക് അധികം നിൽക്കാതെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ഒരു സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നേരത്തെ പലരും വ്യക്തമാക്കിയത്. വോട്ട് ചെയ്യാൻ എത്തിയവരും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയുന്നത് കഴിഞ്ഞ തവണത്തെ സമവാക്യം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു ഇക്വേഷൻ അല്ല. കഴിഞ്ഞ തവണ LDF UDF സ്ട്രൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു നിലമ്പൂർ. അത് മാറി ഇപ്പോൾ അൻവർ കൂടി വന്നിരിക്കുകയാണ്. മാത്രമല്ല BJPയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും BJPക്ക് അത്ര അങ്ങ് ഇതുള്ളൊരു മണ്ഡലമല്ല. എന്നാൽ പോലും അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടെയൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് സംബന്ധിച്ചുള്ള കണക്കുകൂട്ടലിൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ വോട്ടുകളല്ല അൻവർ പിടിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്.